നമുക്കിന്നൊരു ഉണ്ടക്കായി ഉണ്ടാക്കാം. വേണ്ടുന്നത് മൈദ, ഗോതമ്പ് പൊടി, ഉപ്പ്, ജീരകം, മൈസൂർ പഴം, വെല്ലം. നമുക്ക് 2 അളവ് മൈദ എടുക്കാം. രണ്ടളവ് മൈദ, 2 അളവ് മൈദക്ക് 1 അളവ് ഗോതമ്പ് പൊടി. ഗോതമ്പ് പൊടി അതിൻ്റെ അകത്ത് മുഴുവനായ ജീരകം നല്ലോണം ഇടുക. 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇടണം. അതിന് ശേഷം വെല്ലം, എന്നിട്ട് പഴം തോല് കളഞ്ഞിട്ട് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇടുക. പണ്ടെല്ലാം കൈ കൊണ്ട് ഞാൻ മുണ്ടിയിട്ടാണ് ഇടുക. ഇപ്പോൾ എന്നിട്ട് നല്ലോണം ഉപ്പും ചേർക്കുക പാകത്തിന്. ഉപ്പും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യുക. കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്യാം. കുറേശ്ശെ ഇത് ഇങ്ങനെ കുഴച്ചിട്ട് 5 മണിക്കൂറെങ്കിലും വെക്കണം. ഇങ്ങനെയാക്കി വെക്കുക. അതിന് ശേഷം 5 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് നല്ലോണം ഒന്നും കൂടി കുഴച്ചിട്ട് ചൂടാം. അങ്ങനെ നമ്മളെ ഉണ്ടക്കായിൻ്റെ കൂട്ട് 5 മണിക്കൂർ വെച്ച് നല്ല പൊളിച്ച് പൊന്തി എന്താ. ഇനി ഇത് ഉരുട്ടി ബോൾ ഷേപ്പിലാക്കണം. ഇതങ്ങനെ ഉരുട്ടിട്ട് കൈക്ക് ലേശം വെള്ളമാക്കുക. എന്നിട്ട് നമുക്ക് വേണ്ടുന്ന വലുപ്പത്തിൽ ആക്കുക. ഇങ്ങനെ ആക്കുക. ഞാനിപ്പോൾ ഇങ്ങനെ ബോൾ ഷേപ്പിലാക്കുക, വെക്കുക. ഇതെല്ലാം ഇങ്ങനെ ബോൾ ഷേപ്പിലാക്കി വെച്ച് ഇനി എണ്ണ ചൂടായി വരുമ്പോൾ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുക മീഡിയം ഫ്ലെയിമിൽ. ഇനി എണ്ണ കാഞ്ഞ് ഇനി എണ്ണയിൽ ഇടുക. ഇതിലിപ്പോൾ 4 ഇടാം. കുറച്ചാവുമ്പോൾ മറിച്ച് തിരിച്ച് ഇടുക. ബ്രൗൺ കളറാവുമ്പോൾ ഇല്ല. നമുക്കിതൊന്ന് മറിച്ച് തിരിച്ച് വിടാം.
hot. ലോ ഫ്ലെയിമിലേ ആവുമോ ആകണ്ടോ? എന്താണെന്ന് വെച്ചാൽ ഉള്ളിൽ വേവണ്ടേ. നമുക്ക് ഉണ്ടക്കായി ഉരുട്ടി ഉരുട്ടി നല്ല ഈ കളറാവുമ്പോൾ എടുക്കേണ്ടത്. നല്ലോണം വെന്തിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെച്ച് വേഗം കഴിച്ചെടുക്കാൻ പാടില്ല. എന്നിട്ട് ഇത് വെന്തിട്ടുണ്ടാവില്ലായിരുന്നു. ഇങ്ങനെ ഒരു ഇതുള്ള ഒരു സാധനം എടുത്തിട്ട് ഇങ്ങനെ കുത്തി നോക്കിയാൽ മതി. ഇതാ ഉണ്ടക്കായി അങ്ങനെ റെഡിയായി.